പ്രശാന്ത് സർ നമസ്കാരം. പാർലമെന്റ് സെഷനിൽ മോദിക്കെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ, ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിനെതിരെ പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വലിയൊരു ആക്രമണത്തിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അതിൽ ശശി തരൂർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. ഇനി ഉണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും ശശി തരൂരിൻ്റെ പ്രതികരണം എന്നറിയാനായിട്ട് ആളുകൾക്കേറെ ആകാംക്ഷയുണ്ട്. എങ്ങനെയായിരിക്കും സർ ഇതിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത്? ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ഒരുപക്ഷെ ഭരണകൂടത്തെ ആക്രമിക്കാൻ, ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ ആക്രമിക്കാൻ പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സിന്ദൂർ ഓപ്പറേഷൻ. അപ്പം അതിന് പാർലമെന്റിൽ അത്തരത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നു. അതായത് പാർലമെന്റ് ചർച്ച ചെയ്താൽ രേഖയാകും, ലോകത്ത് മുഴുവൻ ചർച്ചയാകും. അപ്പൊ അതിനകത്ത് എന്താണ് പ്രതിപക്ഷം ചർച്ച ചെയ്യുന്നതെന്നുള്ളത് ഇന്ത്യക്കെതിരാണെങ്കിൽ അത് ലോകത്തിന് നാണക്കേടാകും. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിനകത്ത് കോൺഗ്രസിനപ്പുറമുള്ള പല പ്രതിപക്ഷ പാർട്ടികളും നേരത്തെ ഇത് അങ്ങനെ വേണ്ട, ചർച്ച പാർലമെന്റിൽ വേണ്ട, ഒന്നിച്ച് പാർട്ടികൾ അല്ലെങ്കിൽ എല്ലാ പാർട്ടികളും കൂടിയിരുന്ന് അതിനെപ്പറ്റി ഒരു ചർച്ച ആയാൽ മതി, പാർലമെന്റ് രേഖയാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കത്തില്ല. ഇതിനകത്ത് ഇതാണ് പ്രതിപക്ഷത്തിന്റെ കടമ, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്ഷേപിക്കലാണ് ഞങ്ങളുടെ ജോലി, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്ഷേപിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്, അതിന് ഞങ്ങൾ ആരുടെയോ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള ഒരുപക്ഷെ ആദ്യത്തെ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹം പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, അയാൾ ഉണ്ടയുടെ എണ്ണം എടുത്തു, വിമാനത്തിന്റെ എണ്ണം എടുത്തു, ലോകത്തുടനീളം ഉള്ളവർക്കൊന്നും എണ്ണം എടുക്കാൻ പറ്റാത്ത പുള്ളിയുടെ കയ്യിൽ അതിന്റെ എണ്ണമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടയുണ്ട്. ഏതായാലും ഇപ്പം നമുക്ക് സാധാരണക്കാരന് പോലും അറിയാം, രണ്ടുപേരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ നമ്മുടെ ഉണ്ടയും പോവും, ചിലപ്പോൾ വിമാനവും പോവും, ഒത്തിരി നാശനഷ്ടവും ഒക്കെ ഉണ്ടാവും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? ആര് യുദ്ധം ജയിച്ചു? അപ്പം ലോകത്തിന് പലരും തെരഞ്ഞിട്ടും ഇന്ത്യക്കെതിരെ നിൽക്കുന്നു, ലോകമാധ്യമങ്ങൾ തെരഞ്ഞിട്ടും സിന്ദൂർ ഓപ്പറേഷനകത്ത് ഇന്ത്യയെ പുറകോട്ടടിക്കാൻ സാധിക്കാത്ത സമയത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു നിന്നുകൊണ്ട് ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കാൻ, ഒരുപക്ഷെ ഏറ്റവും അവസാനം ഈ യുദ്ധം നിർത്തിയത് അമേരിക്കയാണെന്ന് പാകിസ്ഥാൻ ഉറക്കെ പറയുമ്പോൾ വീണ്ടും അതാണ് ശരി എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പലവട്ടം ആ കാര്യം പറഞ്ഞു, ട്രംപ് അല്ല, പല വേദികളിലും പറഞ്ഞു, അവരുടെ അടുത്ത് പോയി പറഞ്ഞു, യുഎന്നിൽ പറഞ്ഞു, ഇപ്പൊ പലവട്ടം. എന്നാലും പാകിസ്ഥാൻ പറയുന്ന ആ വാദം, അത് പാകിസ്ഥാൻ വാദം പഹൽഗാം വന്നപ്പോൾ അതേ അർത്ഥത്തിൽ അവതരിപ്പിക്കുന്നതിന്, അതിനുശേഷം ഈ സിന്ദൂറിന് ശേഷവും ഇന്ത്യ ഇകഴ്ത്തി കാണിക്കുന്നതിന്, ഇനി ഈ ചർച്ച പാർലമെന്റിൽ വെച്ച് ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുന്നതും ഇന്ത്യയുടെ പോരായ്മയും ലോകം ഇന്ത്യയെ നെറുകയിൽ നിർത്തുമ്പോൾ ആ പോരായ്മ ഉണ്ടെന്ന് കാണിച്ച്, അല്ലെങ്കിൽ അതിന് അത്തരത്തിൽ ചർച്ച കൊണ്ടുവന്ന് ഇന്ത്യയുടെ പോരായ്മ സിന്ദൂർ പരാജയം എന്ന് ലോകത്തെ കൊണ്ട് ചർച്ച ചെയ്യിക്കുന്നതിന് വ്യഗ്രത പൂണ്ട് നിൽക്കുന്ന ഒരു ഈ പറയുന്ന കോൺഗ്രസ്. അതിനകത്ത് ഏറ്റവും ആദ്യം ഇപ്പൊ പ്രതിപക്ഷ കക്ഷികൾ ലിസ്റ്റ് കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ അവരുടെ ചർച്ചയ്ക്ക് ആളിനെ വിളിക്കും. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു 16 മണിക്കൂർ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണപക്ഷം പറയും സിന്ധുവിന്റെ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, അതിന്റെ വിജയം അതിനെപ്പറ്റി പറയുമ്പോൾ ഇതിനകത്ത് എഴുത്തി കാണിക്കലിന് വേണ്ടി ശ്രമിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ, ഭീകരന്മാരെ പിടിച്ചില്ല, പഹൽഗാമിന് ശേഷം അല്ലെങ്കിൽ അന്ന് വന്ന ഭീകരന്മാരെ ഇതുവരെ പിടിച്ചില്ല. പിടിച്ചില്ല എന്നുള്ള കാര്യം ആഭ്യന്തര വിഷയത്തിന്റെ കാര്യം. 4 പേരെ പിടിച്ചില്ല എന്ന്, അല്ലെങ്കിൽ പിടിച്ചിട്ടില്ല എന്ന് തന്നെ വെക്കാം. അതിനുശേഷം ഭീകര ക്യാമ്പുകൾ 600ഓളം ആളുകൾ നമ്മൾ തന്നെ 200 റെക്കോർഡിക്കലി കൊടുത്തു, 600 പേരെ നമ്മൾ കൊന്നു എന്ന് പറയുന്നു. ഭീകര ക്യാമ്പുകൾ 9 കയറി ആക്രമിച്ച ആ ഭീകര ക്യാമ്പുകൾ തകർത്തു, ലോകം ഞെട്ടലിലാക്കി. അതിനെപ്പറ്റി ചർച്ചയില്ല. ഇവിടെ 3 ഭീകരരെ പിടിക്കാത്തതിനെ പറ്റിയാ ചർച്ച. അവന്മാരത് വഴി പോയി, അവരുടെ ദൗത്യം കഴിഞ്ഞു. ചാവേറുകളാണെങ്കിൽ അവരെവിടെയും ഇരുന്ന്, അല്ലെങ്കിൽ ഗുഹകളിലോ അല്ലെ അതുവരെ ഇരുന്ന് ഗുഹകളിലോ എല്ലാം കയറി കണ്ടെത്താൻ പറ്റാത്ത കാടുകളിലോ കയറി സ്വയം മരിച്ചതാണോ എന്ന് അറിയാനൊക്കെ. അപ്പൊ അത് മാത്രം ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞ ദിവസം ഖാർഗെ ശ്രമിച്ചു. ഇതുവരെ ഭീകരരെ പിടിച്ചിട്ടില്ല. ഭീകരർ ചിലപ്പം ഇവന്മാർ കടന്നു കയറി അങ്ങ് പാകിസ്ഥാനിൽ പോയി കാണും, അല്ലെങ്കിൽ ഇത്തരത്തിൽ മരിച്ചു കാണും. അതല്ലെങ്കിൽ ഇവരെ പിടിച്ചെങ്കിൽ പോലും അതിനകത്ത് ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമായി ചില രഹസ്യ സ്വഭാവത്തിൽ ഇവരെ കരുതലിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അപ്പം അവിടെ പോരായ്മകൾ നിരത്തുന്നതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞു വന്നു. അപ്പം ഇതിനകത്ത് ചർച്ച വരുമല്ലോ. ചർച്ച വരുമ്പോൾ പരസ്പരം ചർച്ച ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ഈ കാര്യം ലോകത്തോട് പറയാൻ ഈ കുറെ 7ഓളം ദൗത്യ സംഘങ്ങളെ നിയമിച്ചല്ലോ. സിന്ദൂർ എന്തുകൊണ്ട് നടത്തി, ഈ സിന്ദൂർ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത്, ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ദൗത്യ സംഘത്തിന്റെ, പ്രധാനപ്പെട്ട ദൗത്യ സംഘത്തിന്റെ തലവനാണല്ലോ തരൂർ. ആ തരൂരിനെ പ്രതിപക്ഷ നേതാക്കൾ ഒരുപക്ഷെ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഈ തരൂർ പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല, അവതരിപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ടേ പറയാൻ സാധ്യതയുള്ളൂ. അത്തരത്തിൽ വിരുദ്ധമായിട്ടാണല്ലോ ഇതുവരെ കാര്യം പറഞ്ഞത്. അവിടെ തരൂരിനെ ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല, അതുപോലെ മനീഷ് തിവാരി ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഇനി വരും കോൺഗ്രസ് ഇപ്പം വെളിയിൽ വരുന്നത് അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ കെ സി വേണുഗോപാലിനെയും പ്രിയങ്ക ഗാന്ധിയെ
അല്ലെങ്കിൽ മറ്റു ചിലരെയും ഒക്കെയാണ്, അല്ലെങ്കിൽ ഗോഗോയ് ഗൗരവ് ഗോഗോയ് ഒക്കെയാണ് ചർച്ച ചെയ്യുന്നതിനും വിളിക്കുന്നതിനാണോ, അതും അവർ പ്രഖ്യാപിച്ചിട്ടില്ല. ചർച്ച തുടങ്ങുമ്പോൾ അവിടെ ആൾക്കാരുടെ എണീറ്റ് സംസാരിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞു വന്നത്, അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക നീക്കം, അതായത് ഭീകരർ പാർലമെന്റിൽ ഭീകരർക്ക് അനുകൂലമായിട്ട് ഭീകര സ്വഭാവത്തോടു കൂടി ഈ കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിക്കാൻ ഇരിക്കുമ്പോൾ പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ശശി തരൂർ കോൺഗ്രസ് അനുവദിക്കാത്ത ഒരു അവസരം വന്നാൽ ഈ തരൂരിനെ തലവൻ എന്ന രീതിയിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വിളിക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട്. തരൂരിന്റെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ മേടിച്ചാൽ മതി, അതിനൊരു നീക്കം നടക്കുന്നു എന്ന് കാണുന്നു. തരൂരിനെ തലവനാക്കി, അല്ലെങ്കിൽ പാർലമെന്റിൽ തലവനാക്കി ഇദ്ദേഹം പോയതിനു ശേഷം സിന്ധുവിനെ പറ്റി ലോകത്തോട് പറഞ്ഞപ്പോൾ ലോകം പറഞ്ഞ അഭിപ്രായം, അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിപ്രായത്തോട് ലോകം എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് റെക്കോർഡാവും. ഇപ്പൊ പാർലമെന്റിൽ ഒരു ചർച്ച വന്നാൽ റെക്കോർഡാവും. ഇതുവരെ ശശി തരൂർ പറഞ്ഞത് മാധ്യമങ്ങൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പാർലമെന്റിൽ ഈ ചർച്ച വന്നാൽ കോൺഗ്രസിന്റെ ഒരു നേതാവ്, പ്രധാനപ്പെട്ട നേതാവ്, ഇതിന്റെ തലവനായിട്ടുള്ള ആൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പാർലമെന്റിൽ രേഖയാകും. ഇത് പ്രതിപക്ഷം പറയുന്നതും രേഖയാകും. ഞാനത് മുമ്പേ പറഞ്ഞത്. അപ്പം ഭീകരർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ലോകം കാണുന്ന മുഖ്യധാര നേതാവ്, കോൺഗ്രസ്സുകാരും കാണുന്നില്ല, കേരളത്തിലാരും കാണുന്നില്ല അദ്ദേഹത്തിന് നേതാവായിട്ട്. കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇനി ഒന്നും പങ്കെടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുപ്പിക്കത്തില്ല. അപ്പൊ തിരുവനന്തപുരത്ത് പോലും പുള്ളിയെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. കേന്ദ്രത്തിലും അദ്ദേഹത്തെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പുറത്താക്കിയാൽ കോൺഗ്രസിന്റെ മുഖം മൂടി അഴിഞ്ഞു വീടുന്നത്, അല്ലെങ്കിൽ എന്തിനു പുറത്താക്കി എന്നുള്ള കാര്യം ലോകത്തിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ശശി തരൂരിനെ പുറത്താക്കാൻ പറ്റാതെ. ശശി തരൂരിനെ പുറത്താക്കാൻ പറ്റുന്ന കരുത്ത് പോലും ഇല്ലാത്ത കോൺഗ്രസ്, ശശി തരൂരിനെ പുറത്താക്കാൻ കോൺഗ്രസിന് കരുത്തില്ല, അതുകൊണ്ട് പുറത്താക്കട്ടെ, അവിടെ നിന്നോട്ടെ, അല്ല സ്നേഹം കൊണ്ടൊന്നുമല്ല. പുറത്താക്കിയ ലോകം ചർച്ച ചെയ്യും. ശശി തരൂർ എന്താണ് പറഞ്ഞത്? സിന്ധൂരിന് വേണ്ടി പറഞ്ഞു. ശശി തരൂർ എന്താണ് പറഞ്ഞത്? ഭീകരക്കെതിരെ പറഞ്ഞു. ശശി തരൂർ എന്താണ് പറഞ്ഞത്? പാകിസ്ഥാനെതിരെ പറഞ്ഞു. ആ പാകിസ്ഥാനെതിരെ പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കുവാണെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? ഇന്ത്യക്കെതിരെയുള്ള നിലപാട്, ഭീകരർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട്, പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാട്, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതുകൊണ്ടാണ് പുറത്താക്കുന്നത്. ശശി തരൂർ ആകുമ്പോൾ ഇന്ത്യക്ക് വെളിയിൽ പോയി ചർച്ചയാവും, ലോകത്തിൽ ചർച്ച ചെയ്യും. അയാൾ UN സെക്രട്ടറിയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തിലേക്കുള്ള കാര്യം. അപ്പം അത് അദ്ദേഹത്തെ കൊണ്ട് ചർച്ച ചെയ്യിക്കാൻ, അദ്ദേഹം ആ കോൺഗ്രസിന് അനുവാദമില്ലാതെ ചർച്ച ചെയ്താൽ ഒരുപക്ഷെ കോൺഗ്രസിന് നടപടിയെടുക്കാം ആ കാരണം കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച വേണ്ട, എന്നെ ആവശ്യമില്ലാത്തടത്ത് കയറി ചർച്ച ചെയ്യാൻ ഞാനില്ല, അല്ലെങ്കിൽ അവരോട് അപേക്ഷ ചെയ്ത് എന്നെ കൂടെ ചർച്ച ചെയ്യിപ്പിക്കണമെന്ന് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ പൊട്ടനായ രാഹുൽ ഗാന്ധിയും, അദ്ദേഹം പൊട്ടനെന്ന് വിളിച്ചതിനകത്ത് ക്ഷമിക്കണം, അല്ല എല്ലാവരും പറയുന്ന കാര്യം ഞാൻ ആവർത്തിച്ചതേ ഉള്ളൂ. KC വേണുഗോപാലും ഇതുപോലെ ഒരു പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, കോൺഗ്രസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. കോൺഗ്രസിനെ കൊണ്ട് ഇത് പറയിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ നിൽക്കുന്ന ഭീകരരുടെ ഭാഗമായിട്ട് സംസാരിക്കും. പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണല്ലോ സംസാരിക്കുന്നത്, ചൈന ഉദ്ദേശിക്കുന്ന ഭാഗമാണല്ലോ സംസാരിക്കുന്നത്, തുർക്കി എടുത്ത നിലപാടാണല്ലോ സംസാരിക്കുന്നത്, ഇന്ത്യ വിരുദ്ധയാണല്ലോ സംസാരിക്കുന്നത്. അവർക്കത് സംസാരിച്ചേ മതിയാവൂ. കാരണം നമ്മൾ സംശയിക്കുന്നത്, ഇത്തരത്തിൽ സംസാരിക്കണമെങ്കിൽ അത് ആരോടോ കടപ്പെട്ടിരിക്കുന്നു, ആരുടെ കയ്യിൽ നിന്നോ അച്ചാരം മേടിച്ചിരിക്കുന്നു, ആരോ ഇവരെ നിയന്ത്രിക്കുന്നു. ഇന്ത്യയെ ഇത്തരത്തിൽ ഇകഴ്ത്താൻ പണം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്രതിപക്ഷമാണ്. അതുകൊണ്ടാണല്ലോ ഈ ഗാർഗയുടെ മകൻ പറഞ്ഞത് RSSനെ ഞങ്ങൾ നിരോധിക്കുന്നു. അയാളല്ല, ഗാർഗയുടെ അപ്പൂപ്പൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം അതൊക്കെ. ഇനി BJP അധികാരത്തിലില്ലെങ്കിൽ പോയി എന്തിനാ അയാൾ ചെയ്യുന്നത്? ഈ ഗാർഗയുടെ മകൻ ഈ കർണാടകയിൽ മന്ത്രിയാണ്. മനസ്സിലാവുന്നുണ്ട്? അദ്ദേഹം ആർക്ക് വേണ്ടിയാ പ്രൊമോഷൻ നിൽക്കുന്നത്? അദ്ദേഹം മതമൗലികവാദികൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്തോ? മതമൗലികവാദികളാണോ ഇന്ത്യക്ക് ഭൂരിപക്ഷമുള്ളത്? അല്ലെങ്കിൽ അവർ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണോ? അപ്പൊ അതിനകത്ത് ഒരു അച്ചാരം വാങ്ങിക്കൊണ്ട് അത് സംസാരിച്ചേ മതിയാകത്തുള്ളൂ. ആ രീതിയിലുള്ള സംസാരം ഒരുപക്ഷെ ഇഷ്ടമല്ലാത്ത രീതിയിലാണെങ്കിൽ പോലും ഒരു ജോലി എന്ന പോലും സംസാരിച്ചേ മതിയാകത്തുള്ളൂ. ആ സംസാരത്തിനകത്ത് അദ്ദേഹത്തിന് വേറെ ചില നേട്ടങ്ങളുണ്ട്. ഞാനീ പറഞ്ഞു, ഇതേ നേട്ടങ്ങൾ ഒരുപക്ഷെ ഗാർഗയ്ക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കോൺഗ്രസിനും ഒക്കെ ഉണ്ടാവുന്നു. അപ്പൊ അതിനകത്തൊരു വലിയ നീക്കം, പാർലമെന്റിൽ ഭീകരർ സംസാരിക്കുമ്പോൾ, ഭീകരർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, അത് കോൺഗ്രസ് ആകുമ്പോൾ ആ കോൺഗ്രസിനകത്ത് നിന്ന് ഒരു രാജ്യസ്നേഹി ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് അവസരം കൊടുക്കാത്തപ്പോൾ ആ അവസരം ഒരുപക്ഷെ തലവൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു അപേക്ഷ മേടിച്ച് പാർലമെന്റിൽ ഈ പറയുന്ന പ്രതിപക്ഷം ഞെട്ടിച്ചുകൊണ്ട് പാർലമെന്റിലും ഇതല്ല ഈ കോൺഗ്രസിന്റെ, ഇതായിരിക്കേണ്ട കോൺഗ്രസിന്റെ നിലപാട്, അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്നതാവണം കോൺഗ്രസിന്റെ നിലപാടെന്ന് ശശി തരൂരിനെ കൊണ്ട് പറയിച്ച് അത് പാർലമെന്റ് റെക്കോർഡാക്കിക്കുന്നതിന് വേണ്ടി കേന്ദ്രം ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് പാർലമെന്റിൽ ചൂട് പിടിച്ച് ചർച്ച നടക്കും.
ഒരുപക്ഷെ സിന്ധൂരിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് ഇന്ത്യക്കെതിരെയും അല്ലെങ്കിൽ ഇവിടുത്തെ വിമാനം തകർന്നതിന്റെ കണക്കും ഉണ്ടയുടെ കണക്കും അല്ലെങ്കിൽ ഇത് പരാജയമാണെന്നുള്ള കണക്കും വേറെ ആർക്കാണ്ട് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി സറണ്ടർ ചെയ്യുന്ന കണക്കൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല ഇവിടെ നടന്നത്. വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയത് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യക്ക് ഒരു പൊൻതൂവലാക്കിയിട്ടുണ്ട്, അല്ലെ ലോകം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ട് പറയിക്കാൻ ഒരുപക്ഷെ സ്പീക്കറെ ഉപയോഗിക്കും BJP എന്നാണ് നമ്മൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെയാണ് സംഭവിക്കാനുള്ള സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.